ചാനൽ. ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ ആണ് കേട്ടോ. അപ്പം റെയിനൂട്ടിക്ക് ഇന്ന് 2 പ്രോഗ്രാമുണ്ട്. ഒരു ചെറിയൊരു സ്വീകരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പിന്നെ നാളെ മാർച്ച് 9 അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി നടത്താൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമായിട്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. പിന്നെ നോമ്പുമാണല്ലോ, ഒരു നോമ്പ് തുറ അതുകൊണ്ട് അതിന് ശേഷമായിരിക്കും കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരിക്കുന്നത്, നോമ്പ് തുറന്നതിന് ശേഷം. അപ്പോൾ നമ്മുടെ വളരെ അടുത്ത കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നാളത്തേക്കുള്ള ഫുഡിനുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ട്, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രം, അത് തന്നെയുള്ളൂ ട്രെയിനിൻ്റെ പരിപാടി. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പം കുറച്ച് അടുപ്പിച്ച് വീഡിയോസ് ഇട്ട് പിന്നെ അങ്ങ് ഇടാണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരാഴ്ച അങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്നറിയില്ല. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് അധികം സ്ട്രെസ്സായിട്ടുള്ള ഒരു നടത്താണ് ഇപ്പം. ഒരു 1.5 ആഴ്ചയായിട്ട് കേട്ടോ. സ്ട്രെസ്സ് പറയാൻ മാത്രമല്ല, പക്ഷെ എന്നാലും ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു ചില പ്രത്യേക നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കാൻ പോകുമ്പം അതെങ്ങനെയായി തീരും എന്നുള്ളൊരു ടെൻഷൻ ചെറുതായിട്ടുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ ഇടണം, എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു മൂഡൊന്നും ഇല്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാൻ മൂഡില്ല ഇപ്പോൾ. എന്തായാലും നമുക്ക് ചെയ്യാം, ഓക്കെ. അതൊക്കെയാണ്. പിന്നെന്താണ്, അപ്പം അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ലിസ്റ്റ് ചെയ്താണ്ട് എഴുതണം, വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അതിന് ശേഷം റെഡി ആവണം. ഒരു 10 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം വിചാരിക്കണം. അവരൊന്നും എണീച്ചിട്ടില്ല, മക്കളെ എണീച്ചില്ല, റഫീഖൊന്നും എണീച്ചിട്ടില്ല. ഞാൻ പൊലച്ചയ്ക്ക് എണീച്ചതിന് ശേഷം പിന്നെ കിടന്നിട്ടില്ല. കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഉറങ്ങി കഴിഞ്ഞ് പിന്നെ അത്രയും സമയം വെറുതെ പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ ലിസ്റ്റ് എഴുതണം, പിന്നെ റെഡിയാവാൻ പോവാം. ഓക്കെ. വല്ലാത്തൊരു ആത്മാർത്ഥതയായി പോയില്ലേ. അന്ന് മാർച്ചിലെടുത്ത വീഡിയോ ഇപ്പോഴാണ് ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കാര്യമായിട്ട് ലിസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇത്രയും താമസമായതുകൊണ്ടിട്ട് തന്നെ മാസങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ ഈ വ്ളോഗ് ഇടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൽ റേനുവിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളുടെ ബർത്ത്ഡേയുടെ കുറച്ച് കേക്ക് കട്ടിങ് കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു മെമ്മറിക്ക് എന്തായാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി. എന്നിട്ട് നേരെ ഫസ്റ്റ് പ്രോഗ്രാം പറഞ്ഞേക്കുന്നത് അഹല്യ കണ്ണാശുപത്രി ഉണ്ടല്ലോ, അവിടെയാണ്, ഐ ഹോസ്പിറ്റലിൽ. നേരെ അങ്ങോട്ടേക്കാണ്. അവിടെ കാഞ്ചനമാലയും കാഞ്ചനമ്മയും അവരൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് മലബാർ ഗോൾഡിലാണ്. ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ എൻ്റെ +2 പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ സോഷ്യോളജി ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. മിസ്സിൻ്റെ പേര് ബിന്ദു എന്നാണ്, മിക്കവർക്കും അറിയായിരിക്കും. ആഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പത്തുള്ള വിജിലൻ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു.
ഞാൻ നിർമ്മിച്ച മുക്തമായിട്ടുള്ള ആത്മബന്ധത്തിന് ഒരു 15 വർഷത്തോളം ഉണ്ട്. പക്ഷെ ആ ഒരു ചരിത്രത്തിൽ, മുക്കത്തിന്റെ ചരിത്രത്തില് ഒരു സ്വർണ്ണ വ്യാപാര മേഖല. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലാഗ് വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് അതിന് കറക്റ്റ് ഒരു റീസൺ കിട്ടിയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 പ്രോഗ്രാമിലും റെയിനു വാങ്ങുന്നതിൻ്റെ വിഷ്വൽസ് എൻ്റെ കയ്യിലില്ല. റഫീഖയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആൾ ഫോൺ മാറ്റി, ഫോൺ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ട് ആളുടെ ഫോണിൽ ഇപ്പോൾ കയ്യിലില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചങ്ങിടാം. ഇനിയിപ്പോൾ അതാണ് നല്ലത്. അല്ലാണ്ട് ഇനി അതിപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഉണ്ടെങ്കിൽ ഞാനത് ഷോർട്സ് ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ഷീണമായിട്ടോ, അറിയാമല്ലോ നോമ്പിൻ്റെ ടൈം ആയിരുന്നു അന്ന്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയില്ല. അല്ലാണ്ട് നമുക്ക് മുക്കത്ത് തന്നെ ഒരു തുറ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് നോമ്പ് തുറന്നത്. റബി കൊടുക്കാം. റബി റൈനോന് കൊടുക്ക്. ഈ ഒരു വ്ളോഗിൽ ഒത്തിരി കുറവുകളും മിസ്സിങ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഇത് റൈനോയുടെ ബർത്ത്ഡേയുടെ ദിവസം, അതായത് ഈ പ്രാവശ്യത്തെ അവളുടെ ഒരു 7th ബർത്ത്ഡേ ആഘോഷം ഇവിടെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. എനിവേ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.